മച്ചീസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നിങ്ങളുടെ സ്വന്തം ബൈക്കിംഗ് ബുദ്ധ. ഇന്ന് നമ്മൾ പോകുന്നത് പൊന്മുടിയിലേക്കാണ്. ഇന്നത്തെ ട്രിപ്പിന് മറ്റൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫാമിലി ട്രിപ്പാണ്. ഇന്ന് ബൈക്കില്ല, ഫുള്ള് കാറിലാണ് നമ്മൾ പോകുന്നത്. ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ കൂടെ. അപ്പോൾ അമ്മ, അച്ഛൻ അവരോടൊക്കെ ഒപ്പം ഉള്ള ഒരു ചെറിയ യാത്ര. അപ്പോൾ ഇന്നത്തെ പരിപാടി അറേഞ്ച് ചെയ്ത പൊന്നു സാറിന് പ്രത്യേക, ഓർഗനൈസർ പൊന്നു സാറിന് പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് സഹകരിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പൊന്മുടി മൂന്നാമത്തെ ഹെയർ പിൻ വളവ് കയറുന്നു. ഞങ്ങളെ കാണാൻ പറ്റുമോ? വെട്ടം നിനക്കുള്ള വെട്ടം അത്രയൊക്കെ ഉള്ളൂ. എന്റെ പല്ല് കാണാം, അങ്ങനെ അച്ഛനമ്മമാരോടൊപ്പം അനിയന്മാരോടൊപ്പം അനിയത്തിക്കൊപ്പം ഞാനും പോയി ഒരു പൊന്മുടി യാത്ര. അപ്പം പൊന്മുടി ഒരു ഹിൽ സ്റ്റേഷനാണ്. എന്താണ് ഈ ഹിൽ സ്റ്റേഷൻ്റെ പ്രത്യേകത? അതായത് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് വെറും 55 കിലോമീറ്റർ ഓടിച്ച് നമുക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും അടുത്ത ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി ഹിൽ സ്റ്റേഷൻ. അപ്പോൾ ഇതിൻ്റെ പഴയ നാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരയാടുമൊട്ട എന്നായിരുന്നു പണ്ടുള്ള കാണി ട്രൈബ്സ്, കാണി ഗോത്രവർഗ്ഗക്കാർ, ഇവിടെ കാട്ടിൽ വസിക്കുന്ന ആൾക്കാർ ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഇതിൻ്റെ പേര് ചേഞ്ച് ചെയ്തിട്ട് പൊന്മുടി എന്നുള്ളത് ഗോൾഡൻ പീക്ക് എന്നുള്ള ഒരു അർത്ഥമാക്കുന്ന ഒരു വാക്കിലേക്ക് മാറിയത്. അപ്പോൾ വരയാട് മൊട്ട എന്ന് വരാനുള്ള കാരണങ്ങൾ മറ്റൊന്നുമല്ല, ഇവിടെ ധാരാളം നീൽഗിരി താഴ്സ് അല്ലെങ്കിൽ വരയാടുകൾ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ മൊട്ടക്കുന്നുകളും ചെറിയ മലകളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിനെ വരയാട് മൊട്ട എന്ന് ആയിരുന്നു പണ്ടുള്ള ആൾക്കാർ ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം ടീ എസ്റ്റേറ്റുകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത്രയും നല്ലൊരു ക്ലൈമറ്റ്, കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് പൊതുവേ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 18 to 25 ഡിഗ്രി സെൽഷ്യസ് ആണ് നോർമൽ ടെമ്പറേച്ചർ കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് ധാരാളം ടീ ഫാക്ടറീസ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു ഫോട്ടോ സ്റ്റോപ്പായിട്ടും ആൾക്കാർ ഇതിനെ കണക്കാക്കാറുണ്ട്. ട്രാവലേഴ്സിനിടയിൽ ഭയങ്കര ഒരു ഹിറ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മുടെ സ്വന്തം പൊന്മുടി. ബാക്ക് പാക്കേഴ്സ് ഉണ്ട്, ട്രക്കേഴ്സ് ഉണ്ട്, ഹണിമൂൺ കപ്പിൾസ് വരാറുണ്ട്. ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ചെറിയ ചെറിയ സൗകര്യങ്ങളുണ്ട്. ഗസ്റ്റ് ഹൗസ് ഉണ്ട്, KTDCയുടെ റിസോർട്ട്സ് ഉണ്ട്, ബൈക്കേഴ്സ് ഉണ്ട്. ഡെയിലി നമുക്ക് ധാരാളം ബൈക്കേഴ്സിനെ ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ പൊന്മുടിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, കാശ്മീർ ഓഫ് കേരള, കേരളത്തിൻ്റെ സ്വന്തം കാശ്മീർ എന്ന് അറിയപ്പെടുന്നു. അത് ഇവിടുത്തെ കാലാവസ്ഥയും നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. നമ്മൾ ഹെയർ പിന്നൊക്കെ കയറി മുകളിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് തന്നെ കോടയും കാര്യങ്ങളുമായിട്ടൊക്കെ നമുക്ക് വിസിബിലിറ്റി അതിങ്ങനെ മാറി മാറി നിൽക്കും. ഒരു കാറ്റ് വരുമ്പോഴത്തേക്ക് ഈ കോടയും മാറും, വീണ്ടും അടുത്ത കോട വരും. അപ്പോൾ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഹൈവേ 2യും സ്റ്റേറ്റ് ഹൈവേ നമ്പർ 45ഉം ഇതാണ് പൊന്മുടിയെ കണക്ട് ചെയ്യുന്നത്. മൊത്തത്തിൽ 22 ഹെയർ പിൻ ഉണ്ട്. ഈ 22 ഹെയർ പിൻ കയറിയിട്ട് വേണം നമുക്ക് പൊന്മുടിയുടെ ടോപ്പിലെത്താൻ. അവിടെ നമുക്ക് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ധാരാളം ബൈക്കേഴ്സ് ഉണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, പിള്ളേർ സെറ്റ് ഉണ്ട്, ഫാമിലി ടൂർസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പം എല്ലാ തരം ആൾക്കാരെയും ഇവിടെ കേറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ സ്പേസസ് കുറേ കിട്ടും. നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്ന് ഇതിൻ്റെ ടോപ്പിലേക്ക് പോകാം. അപ്പോൾ പൊന്മുടി ഒരു പീക്ക് പോയിൻ്റ് ഉണ്ട്, നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ട്രെക്ക് ചെയ്തിട്ട് നമുക്ക് പോകാം. ഞങ്ങൾ വന്നതായിരുന്നു ഇവിടുത്തെ ബെസ്റ്റ് ടൈം, അതായത് മൺസൂൺ, മഴക്കാലമാണ് പൊന്മുടി വിസിറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. സെപ്റ്റംബർ ടു ജാൻ, അഥവാ നിങ്ങൾ ട്രെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസംബർ ടു ഏപ്രിൽ ആയിരിക്കും ഏറ്റവും നല്ല സമയം. അപ്പം മഴക്കാലമാണ് ഇത് എൻജോയ് ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഫോഗും ഇങ്ങനെ ഒരു ക്ലൈമറ്റും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് വരണം. സമ്മേഴ്സിൽ വന്നിട്ട് കാര്യമില്ല, ഡ്രൈഡപ്പ് ആയിരിക്കും, മൊത്തത്തിൽ ഉണങ്ങി കരിഞ്ഞ ഒരു അവസ്ഥയായിരിക്കും. അതല്ല നിങ്ങൾക്ക് ട്രെക്കിങ്ങിനാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസംബർ ടു ഏപ്രിൽ എപ്പോൾ വേണമെങ്കിലും വരാവുന്നതാണ്. ഇനി നമ്മൾ ഇത് ട്രെക്ക് ചെയ്തിട്ട്, ചെറിയ ട്രെക്കാണ്, സമയം എടുത്ത് പതുക്കെ കയറാം. വയസ്സായ ആൾക്കാരുണ്ടെങ്കിലും ശാരീരികമായിട്ട് ചലഞ്ചസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നടന്ന് മുകളിൽ കയറാവുന്നേ ഉള്ളൂ. അമ്മമാരൊക്കെ കയറുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട്. വീഡിയോയുടെ ബാക്ക് സൈഡിലായിട്ട് കാണുന്ന ആ മൊട്ടക്കുന്നാണ് പൊന്മുടിയിൽ വരുന്ന ഒരു 75% ആൾക്കാരും ഫോട്ടോ ലൊക്കേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബാക്ക് സൈഡിലുള്ള ആ ഒരു പോർഷനാണ് ശരിക്കും പൊന്മുടിയെ ഹൈലൈറ്റ് ചെയ്ത് പലരും വീഡിയോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിൽ കാണിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് മുന്നോട്ട് ട്രെക്ക് ചെയ്തിട്ട് നമ്മൾ വാച്ച് ടവറിലേക്കാണ് പോകുന്നത്. പൊന്മുടിക്ക് അടുത്തുള്ള മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി, എക്കോ പോയിൻറ്റ്, ഇനിയും പല ചെറിയ ചെറിയ ട്രെക്കിംഗ് സ്പോട്ട്സ് ഇതൊക്കെയാണുള്ളത്. 1.5 കിലോമീറ്റർ ഈ ഹിൽ സ്റ്റേഷനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പൊന്മുടി വാട്ടർഫോൾസ് കാണാൻ പറ്റും. 3 കിലോമീറ്റർ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മീൻമുട്ടി വാട്ടർഫോൾസ് നമുക്ക് കാണാൻ പറ്റും. പൊന്മുടി റിസോർട്ടിൽ നിന്ന് നമുക്കൊരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിയർ പാർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലൊക്കേഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്കൊരു 1 ഡേ ടൂറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീക്കെൻഡ് ക്യാമ്പിംഗ് ഒക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പറ്റിയ ലൊക്കേഷനാണ്. ട്രിവാൻഡ്രം ഇൻ ആൻഡ് അറൗണ്ട് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പൊന്മുടി. ഈ കോടയാണ് പൊന്മുടിയുടെ ഭംഗി. മൊട്ടക്കുന്നിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ നിൽക്കുന്നു, പെട്ടെന്ന് കോട കയറി വരുന്നു, നമുക്ക് മുന്നിലുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു 5 മിനിറ്റ് അങ്ങനെ നിൽക്കുന്നു.
അതിനുശേഷം വീണ്ടും എവിടുന്നോ ഒരു കാറ്റ് വന്നിട്ട് ആ കോട മൊത്തം കൊണ്ടുപോകുന്നു. വീണ്ടും നമ്മുടെ മുമ്പിൽ പച്ചപ്പരവതാനി വിരിച്ചതുപോലെ മേഘങ്ങൾക്കിടയിലൂടെ മൊട്ടക്കുന്നുകൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ അതായത് നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കാനാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. ധാരാളം കപ്പിൾസും ഫാമിലീസും ഒക്കെ വരുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പൊന്മുടി. ഞാൻ മുന്നേ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പാരഡൈസാണ് ഈ പൊന്മുടി. നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇനിയും മുന്നോട്ട് നടക്കുമ്പോഴാണ് നമുക്ക് വാച്ച് ടവർ കിട്ടുന്നത്. അതായത് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കാണാം. പക്ഷേ ഒരു ക്ലിയർ ഡേ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു 360 ഡിഗ്രി വ്യൂ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പനോരമിക് വ്യൂ നമുക്ക് കിട്ടാറില്ല. പൊതുവെ ഈ കാലാവസ്ഥയിൽ മഴക്കാലാവസ്ഥയിലാണ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ള് ഫോഗി ആയിരിക്കും, അല്ലെങ്കിൽ ക്ലൗഡി ഒരു ഫീലായിരിക്കും, മൊത്തത്തിൽ കോടയായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് ട്രെക്ക് ചെയ്ത് അതിൻ്റെ മുകളിലെത്തിയപ്പോൾ ഒരു സെക്യൂരിറ്റിക്കാരൻ ചേട്ടനൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എന്ത് ഭാഗ്യവനാണ് പുള്ളി എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ച് പോയി. ഒരുപക്ഷെ പുള്ളിക്ക് ഇതിൽ താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ എനിക്ക് ഫുൾ ഡേ അവിടെ ഡ്യൂട്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കും. അവിടെ ഇരിക്കുന്നതിന് എനിക്ക് കാശും കിട്ടും. ഈ ഭംഗി ആസ്വദിച്ച് അവിടെ ഫുൾ ഡേ ഇരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ സുഖം. ഇതാണ് മക്കളെ പൊന്മുടി. അവിടെ 2 മരവും താഴെ ഇറങ്ങി ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാല് ഫോട്ടോ എടുക്കാൻ കിട്ടില്ല സ്ഥലമാണ്. 2 മരങ്ങൾ മാത്രം. ആ അഭിപ്രായം റെക്കോർഡിങ്ങിൽ ഞാനും എടുക്കട്ടെ, പറഞ്ഞോ. ഇത് വളരെ മികച്ചൊരു സാധനം. ഇങ്ങനത്തെ ഇത് കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇത് വേറെ ഒന്നും കിട്ടത്തില്ല. ഇത് വേറെ എവിടെ പോയാലും കിട്ടും. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് അത് ഇത് തന്നെ പറഞ്ഞ ഇതിലും മികച്ചൊരു ഇത് വേറെ കിട്ടാൻ ചാൻസ്. വേറെ ഇത് തിരുവനന്തപുരത്തെ നമ്പർ 1 ആണ്. തിരുവനന്തപുരത്തെ നമ്പർ 1. തിരുവനന്തപുരം. ശരിക്കും പറയുകയാണെങ്കിൽ പൊന്മുടി ഒരു പെർട്ടിക്കുലർ സ്പോട്ടല്ല. ആ ഒരു 4-5 മൊട്ടക്കുന്നുകളുണ്ട്. നമുക്കതിലേക്ക് നടന്ന് എവിടെ വേണമെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അതൊരു സ്പോട്ടാണ്. ഗിവൺ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ, ഇതുപോലത്തെ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ചെന്നിരുന്നാലും പൊന്മുടി എവിടെ നോക്കിയാലും ബ്യൂട്ടിഫുള്ളാണ്. ഇതുപോലെ ബ്യൂട്ടിഫുള്ളാണ്, അത്ര സുന്ദരിയാണ്. അങ്ങനെ വാച്ച് ടവറൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഇപ്രവശമായ എക്കോ പോയിന്റിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അപ്പോൾ എക്കോ പോയിന്റ് മറ്റൊന്നുമില്ല, അവിടെ ഫാമിലീസിനെ ഇരിക്കാൻ ഒരു 1-2 ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട്, ഒരു സ്ലാബ് പോലെ വാർത്തിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് താഴോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് എക്കോ പോയിന്റ് അവിടെ നിന്ന് നമ്മൾ ശബ്ദം ഉച്ചത്തിൽ പുറപ്പെടുവിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് മുഴങ്ങുന്നതായിട്ട് കേൾക്കാം. അതാണ് എക്കോ പോയിന്റ് കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അവിടെ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ തിരിച്ചിങ്ങ് പോകും. നിങ്ങളൊക്കെ ഉണ്ടാകേണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്, നോക്കട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ. ഇത്രയ്ക്ക് ജാടൊന്നും പാടില്ല. ഇതിനടുത്തുള്ള അഗസ്ത്യാർകൂടം എന്ന് പറയുന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്റ്റഡ് ഏരിയ, അവിടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ മിസ്റ്റർ സാലി പാലോട്, അദ്ദേഹം കാണി ട്രൈബലായ മല്ലനൊപ്പം വർഷം 1985 തുടങ്ങിയിട്ട് പിഗ്മി എലിഫൻസിനെ കണ്ടു എന്നാണ് അവകാശപ്പെടുന്നത്. ഈ പിഗ്മി എലിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആനയുടെ അത്രയും ഉയരവോ വണ്ണമോ ഒന്നും കാണത്തില്ല. ഇത് പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അതിൻ്റെ ഫോട്ടോഗ്രാഫി ആദ്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പലരും അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. അതിനുശേഷം വർഷം 2013 ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു ഫൂട്ടേജ് പുള്ളി കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 ഫെബ്രുവരി 2013 ഏഷ്യാനെറ്റ് ന്യൂസിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, ഇപ്പോഴും അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇതിനെ അപ്പം ലോക്കൽ കാണി ട്രൈബ്സ് അവർ വിളിക്കുന്ന പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലാന എന്നുള്ള പേര് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കുത്തനെയുള്ള കയറ്റത്തിലൊക്കെ ഈ ആനയെ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കല്ലിൻ്റെ രൂപം പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതൊരു ആനയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനേ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവരിതിനെ കല്ലാന എന്ന് പറയുന്നത്. ഇതിനെ മറ്റ് ചില ആൾക്കാർ പറയുന്നത് തുമ്പിയാന എന്നും പറയാറുണ്ട്. കാരണം മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഓടി പെട്ടെന്ന് ഏതെങ്കിലും മരത്തിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ പാറക്കെട്ടുകളുടെ ഇടയിലോട്ടോ മാറി ഒളിഞ്ഞങ്ങ് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതിനെ കല്ലാനയെന്നും തുമ്പിയാനയെന്നും ഒക്കെ ഇവിടുത്തെ ലോക്കൽ ട്രൈബ്സ് വിളിക്കാറുണ്ട്. പക്ഷേ ഇന്നും ഇതിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി സലി പലോട്
ലിയോപാർഡ് സാറിന് ഇതുവരെ കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. 2013 1 ഫെബ്രുവരിയിൽ അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ഒരു ഫൂട്ടേജും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു മൊത്തത്തിലുള്ള പൊന്മുടിയുടെ വിശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.